ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നാം നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ച് അവർ കാര്യം ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ച് അവർ കണ്ടറിയുകയില്ല. അവർക്ക് കാതുകളുണ്ട്, അതുപയോഗിച്ച് അവർ കേട്ടു മനസ്സിലാക്കുകയില്ല. അവർ കാലികളെപ്പോലെയാകുന്നു. അല്ല, അവരാണ് കൂടുതൽ പിഴച്ചവർ. അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وأصحابه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. واتبعوا أحسن ما أنزل إليكم من ربكم
من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون أن تقول نفس يا حسرتا على ما فرطت في جنب الله وإن كنت لمن الساخرين. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പാലിച്ച് പകർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുവാനുള്ള സൗഭാഗ്യവാന്മാരായി തീരാൻ അതീവ ശ്രദ്ധയോടുകൂടി ജീവിക്കണമെന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിച്ച് കണ്ണിന് കുളിർമയുള്ള രൂപത്തിൽ റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് ചേരാൻ അർഹമുർ റഹീമീനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, പരിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ പത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങൾ എന്ന് വിശദീകരിച്ച ആ ദിവസങ്ങൾ എണ്ണി എണ്ണി അവസാനിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഗുരുതരമായ ഗൗരവമുള്ള വിഷയത്തിലേക്ക് നമ്മുടെയൊക്കെ മനസ്സ് തിരിയണമെന്ന് വിനീതമായി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, സഹോദരന്മാരെ, ഈ മാസത്തിന് പ്രത്യേകതയായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. സഹീഹായ ഹദീസിൽ അത് ഇപ്രകാരം കാണാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഅദൽ മിൻബറ ഫഖാല ആമീൻ ആമീൻ ആമീൻ. തിരുമേനി ഖുതുബ നടത്താൻ വേണ്ടി മിമ്പറിലേക്ക് കയറിയ ഉടനെ തുടങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആമീൻ 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 എന്നാണ്. സഹാബികൾക്ക്, കേട്ടു നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. ഖുതുബ കഴിഞ്ഞിറങ്ങി സഹാബത്ത് ചുറ്റും കൂടി. അവരദ്ദേഹത്തോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നക സഅദൽ മിൻബറ ഫഖുൽത ആമീൻ ആമീൻ ആമീൻ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് മിമ്പറിൽ കയറി, എന്നിട്ട് കയറിയ ഉടനെ ആമീൻ 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 എന്നാണല്ലോ പറഞ്ഞത്, എന്താണത്? തിരുമേനി ഇപ്രകാരം വിശദീകരിക്കുന്നു. ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം അതാനി ഫഖാൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഞാൻ മിമ്പറിൽ കയറുമ്പോൾ എന്റെ അടുത്ത് വന്നെന്നോട് പറഞ്ഞു, മൻ അദ്റകഹു ശഹ്റു റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫദഖല النار فأبعده الله قل آمين فقلت آمين. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഒരാൾക്ക് റമദാനിൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചു, എന്നിട്ട് ഫലം യുഗ്ഫർ ലഹു, അവന് പുറത്തു കൊടുക്കപ്പെട്ടില്ല, ഫദഖല النار, അങ്ങനെയാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു, ഫഅബഅദഹു അല്ലാഹ്, അല്ലാഹു അവനെ ശപിക്കട്ടെ, അല്ലാഹു അവനെ അവന്റെ എല്ലാ റഹ്മത്തുകളിൽ നിന്നും വിദൂരമാക്കട്ടെ എന്ന് ജിബ്രീൽ പറഞ്ഞു. ഫഖുൽതു ആമീൻ ഫഖുൽതു ആമീൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആമീൻ, അല്ലാഹുവേ
ഇത് സ്വീകരിക്കണമേ. സഹീഹ്